ഇന്റർവ്യൂ ടീം വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ് കഴിഞ്ഞ. ഹലോ, ഇറ്റ്സ് മീ വിദ്യ വിജയകുമാർ. അപ്പോൾ ഇന്ന് എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ്. മോളിലോവ് ഇറങ്ങിയ ശേഷമുള്ള ഫസ്റ്റ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻ്റർവ്യൂ. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഇത് എൻ്റെ ഫ്രണ്ട് അനന്തൻ. ഹായ് ഹായ്. ഇൻട്രോവേർട്ടിനെ പോലെ അഭിനയിക്കുകയാണ്. നമുക്ക് ട്രിവാൻഡ്രത്ത് പോകണം. അതിന് മുന്നേ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം. കുളിച്ചിട്ട് അതുപോലെ വന്നേക്കാണ്. സോ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ ഇതാണ് ഹെയർ സെറ്റ് ചെയ്ത ശേഷമുള്ള ലുക്ക്. അപ്പം നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ്. അവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ സ്റ്റുഡിയോയിൽ വെച്ചാണ് ഷൂട്ട് നടക്കുന്നത്. മെയിൻ സ്ട്രീം 1 എന്ന് പറയുന്ന ഓൺലൈൻ ചാനലിൻ്റെ ഇൻ്റർവ്യൂ ആണ്. ഞാൻ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നെങ്കിലും ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. പിന്നെ ത്രൂ ഔട്ട് ഞാനും അവനും കൂടി എങ്ങനെ സംസാരിക്കണം, എന്തൊക്കെ ചോദിക്കും, അങ്ങനെ ഫുള്ളി കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തി. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ സ്റ്റുഡിയോ ആണ്. നമ്മുടെ കൂടെ ഗായത്രി ഉണ്ട്. ഇന്നും ഗായത്രി ഉണ്ട്. അതെ, ഇപ്പൊ ഫുള്ള് ഇവിടെ തന്നെയാണ്. ഗായത്രിയുടെ സ്റ്റുഡിയോയിലാണ് നമ്മൾ നിൽക്കുന്നത്. പർപ്പിളിയാലി അവരുടെ ടീം വന്നിട്ടുണ്ട്. അവരുടെ ടീമല്ല, ഇന്റർവ്യൂ ടീം വന്നത്. അങ്ങനത്തെ മൈക്കൊക്കെ വെച്ച് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ പരിപാടിയുടെ ഹോസ്റ്റ് ഐശ്വര്യ. പുള്ളിക്കാരത്തി ഭയങ്കര കമ്പനിയായിരുന്നു. നിനക്ക് കാണുന്നല്ലേ വീട്ടുണ്ട് ഗായ്സ്. അപ്പം എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാനിതാ ഇറങ്ങുകയാണ്. നമ്മൾ പോവുകയാണ്. ഞാൻ എല്ലാ വ്ലോഗൊക്കെ എടുക്കാൻ മറന്നുപോയി. അതിൻ്റെ ഇടയ്ക്ക് അവരുടെ ഷൂട്ട് കഴിഞ്ഞ് പോവാണ്. ആക്ച്വലി പോവാനുള്ള ടൈം ലേറ്റായി. അപ്പം ഓഫീസിൽ ഹാഫ് ഡേ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി ഹാഫ് ഡേ ഒക്കെ കഴിഞ്ഞ് പയ്യെ കയറാൻ പറ്റൂ. ബിക്കോസ് നമ്മൾ എന്തായാലും ലേറ്റാണ്, പിന്നെ ഹാഫ് ഡേ അല്ലേ. അപ്പോൾ ഓക്കെ, ബൈ ഗായത്രി, ബൈ. എല്ലാവരും എൻ്റെ ഇന്റർവ്യൂ കാണണം. സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ആസ് യൂഷ്വൽ നമ്മൾ നല്ല ലേറ്റായി. 6 മണിക്കാണ് ഓഫീസിൽ കയറേണ്ടത്. ഞാനിപ്പം 7 മണി കഴിഞ്ഞു. സോ ഇനി എന്തായാലും ഹാഫ് ഡേ ആണ്. സോ നമ്മൾ ടാറ്റു ചെയ്യാൻ പോകുന്നു. ഇവൻ്റെ ഒരു ഫ്രണ്ട് ടാറ്റു ചെയ്യും. നമുക്ക് ടാറ്റു സ്റ്റുഡിയോ എത്തി. ആദ്യമേ തന്നെ ഞാനൊരു ഹെലിക്സ് പിയേഴ്സിങ് ചെയ്യാൻ തീരുമാനിച്ചു. എൻ്റെ ചെവിയിൽ നോർമൽ ഒരു പിയേഴ്സിങ് മാത്രമേ ഉള്ളൂ. ആക്ച്വലി എനിക്ക് ഒരു പിയേഴ്സിങ് കൂടി ഉണ്ട്. അപ്പോൾ എനിക്ക് മടുക്കുന്നതനുസരിച്ച് ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കളയും. ഇങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ എനിക്ക് മൂക്കുത്തി ഉണ്ടായിരുന്നു. അതും ഞാനൊരു സമയമായപ്പോൾ മടുത്തിട്ട് വിട്ടു. പിന്നെ ഇതിനെക്കാട്ടിയപ്പുറം ഞാൻ എൻ്റെ ഫസ്റ്റ് ടാറ്റു ചെയ്യുന്ന ദിവസം എൻ്റെ ബെല്ലി പിയേഴ്സിങ്ങും ചെയ്തായിരുന്നു. അതും അതുപോലെ തന്നെ ഞാൻ എടുത്ത് കളഞ്ഞു. അടുത്ത ഇനി ഹെലിക്സ് പിയേഴ്സിങ് ആണ്. നമുക്ക് നോക്കാം. പിന്നെ ബെല്ലി പിയേഴ്സിങ് ചെയ്തുകൊണ്ട് തന്നെ എനിക്കിതിനത്ര പേടി ഉണ്ടായിരുന്നില്ല. ഒരു മിനിറ്റ് ക്യാമറ വന്ന് ഇനി ചിരിച്ചോ. എന്തൊക്കെ ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യുന്നോ? അതെ, ഒട്ടും പേടിയില്ലായിരുന്നു. പിന്നെ ഇതാ ടാറ്റു ചെയ്യാനുള്ളതാ മാർക്ക് ചെയ്തേക്കുവാണ്. ആൻഡ് എൻ്റെ പിയേഴ്സിങ് ഡൺ. എങ്ങനെയുണ്ട്? സംഭവമൊക്കെ നൈസാണ്. പക്ഷേ എങ്കിൽ മുടി എപ്പോഴും കയറിക്കൊള്ളും. അതാണൊരു പ്രശ്നം. ആൻഡ് ഇതെൻ്റെ രണ്ടാമത്തെ ടാറ്റു ആണ്. അത് ഭയങ്കര മിനിമലായിട്ട് ഞാനൊരു ടാറ്റു ചെയ്തു. പിന്നെ ഞാൻ വ്ലോഗ് എടുക്കാൻ മറന്നുപോയി. ആക്ച്വലി അതിനുശേഷം നല്ല ലേറ്റായി. പിന്നെ ഓഫീസിലേക്ക് പെട്ടെന്ന് ഓടുകയാണ് ചെയ്തത്. മൂൺ ആൻഡ് സ്റ്റാർസ്, അതാണ് ഞാൻ എൻ്റെ കയ്യിൽ ചെയ്ത മിനിമൽ ടാറ്റു. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ബൈ.